സ്റ്റുവാർട്ട് ഇംഗ്ലണ്ട് എന്നുള്ള യൂണിറ്റിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് റിസ്റ്റോറേഷൻ എന്നുള്ള പാഠമാണ്. റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1660 1660 ഇംഗ്ലണ്ടിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. 1658 ഒലിവർ ക്രോംവെല് മരണപ്പെടുകയുണ്ടായി. ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത് പ്യൂരിറ്റനിസം ഇംഗ്ലണ്ടിൽ പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ അതുവഴി റോയലിസ്റ്റുകളെ മാറ്റി ഒരു പ്യൂരിറ്റൻ ഭരണം കൊണ്ടുവന്നതും ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത് ഒരു ഇംപീരിയലിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 1658 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 2 വർഷക്കാലം ആ നാട്ടില് വളരെയധികം മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം ഉണ്ടായി. മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഭരണ തകർച്ച, വളരെ തെറ്റായ രീതിയിൽ ഭരണം നടക്കുകയും ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും താറുമാറായിപ്പോയി. മീൻസ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസോർഡർ ആയിട്ട് മാറി. ഭരണവും അതുപോലെ തന്നെ ജനങ്ങളോടുള്ള ഈ അഡ്മിനിസ്ട്രേഷന്റെ നിലപാടുകളൊക്കെ വളരെ മോശമായിട്ട് മുന്നോട്ട് പോയായിരുന്നു. അപ്പോ അതിനുശേഷം ക്രോംവെലിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റിച്ചാർഡ് ഒരു പ്രൊട്ടക്ടർ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നു. ക്രോംവെലിന് ശേഷം ക്രോംവെലിന്റെ മകനായിട്ടുള്ള റിച്ചാർഡാണ് ഭരണത്തിൽ വരുന്നത്. പക്ഷെ ക്രോംവെലിനെ പോലെ ഒരു കഴിവുള്ള വ്യക്തി ആയിരുന്നില്ല റിച്ചാർഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പീരിയഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ട്രബിൾഡ് പീരിയഡ് ഓഫ് ഹർ ഹിസ്റ്ററി. അപ്പൊ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ട്രബിളസ്റ്റ് അത്രയും തർക്കങ്ങളും പ്രശ്നങ്ങളും അന്നേ വരെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ജനിക്കുന്നത് ഈ ഒരു പീരിയഡിലാണ്. അങ്ങനെ റിച്ചാർഡ് എന്ത് ചെയ്തു? റിച്ചാർഡിന്റെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ പാർലമെന്റും ആർമിയും തമ്മിൽ ക്വാറൽസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ക്വാറൽ മീൻസ് തർക്കങ്ങൾ. പാർലമെന്റും ആർമിയും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായി. അപ്പൊ റിച്ചാർഡിന് മനസ്സിലായി, ഇനിയും ഞാൻ ഒരുപാട് കാലം ഭരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻസെക്യൂർ ആണ്, അടുത്ത് തന്നെ എന്നെ കൊന്ന് ഭരണം ഇവര് പിടിക്കും, അതുകൊണ്ട് ഞാനിനി ഭരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു? ആ പൊസിഷനിൽ നിന്നും റിസൈൻ ചെയ്തു. ക്രോംവെലിന്റെ മകനായിട്ടുള്ള റിച്ചാർഡ് ആ പൊസിഷനിൽ നിന്നും റിസൈൻ ചെയ്തു. അതോടുകൂടിയിട്ട് ദ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സ്ട്രെങ്തൻ ദ റോയലിസ്റ്റ്. അപ്പോൾ എന്താവും? സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭരണം. അപ്പൊ ഭരണമുള്ള റിച്ചാർഡിന്റെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാർക്കൊക്കെ കംപ്ലീറ്റ് കൺഫ്യൂഷനായി. ഇനി എന്ത് ചെയ്യും? റിച്ചാർഡും പോയി, ഇനി എന്ത് ചെയ്യും? നമ്മുടെ ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? അവിടെ ഒരു ചർച്ച തന്നെ സ്റ്റാർട്ടായി. ഇതെന്ത് ചെയ്തു? റോയലിസ്റ്റുകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തു. റോയലിസ്റ്റ് എന്ന് പറയുന്നത് ഈ മുമ്പുണ്ടായിരുന്ന പ്യൂരിറ്റൻസിന് മുമ്പുണ്ടായിരുന്ന രാജഭരണം അല്ലെ, നോബിൾസും ഒക്കെ അടങ്ങുന്ന ആ വിഭാഗം എന്ത് വിചാരിച്ചു? ഇത് നല്ല സമയമാണ്, നമുക്ക് തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിന്റെ നടുവിലാണ് ജനറൽ മോങ്ക് എന്ന് പറയുന്നത് ദ ഡെപ്യൂട്ടി ഓഫ് ക്രോംവെൽ ഇൻ സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡില് ക്രോംവെലിന്റെ ഡെപ്യൂട്ടി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ജനറൽ മോങ്ക് വരികയാണ്. അദ്ദേഹത്തിന് മാത്രമേ ഈ ഇംഗ്ലണ്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റൂ എന്ന് എല്ലാവരും വിശ്വസിച്ചു. ഓക്കെ, എല്ലാവരും വിശ്വസിച്ച് ജനറൽ മോങ്കിന് മാത്രമേ ഇനി ഇംഗ്ലണ്ടിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ, കാരണം അത്രയും അവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഡിസോർഡർ ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? വിത്ത് എ ലാർജ് ആർമി ഹി മൂവ്ഡ് സൗത്ത് വേർഡ് ആൻഡ് എന്റേർഡ് ദ ലണ്ടൻ അൺഒപ്പോസ്ഡ്. അങ്ങനെ ആരാലും എതിർക്കപ്പെടാതെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആർമിയായിട്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് ലണ്ടനിൽ എത്തി. അങ്ങനെ അദ്ദേഹം ഒരു പാർലമെന്റ് വിളിച്ചുകൂട്ടി. ദ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വെയർ ഒപ്പീനിയൻ ദാറ്റ് മൊണാർക്കി മസ്റ്റ് ബി റീസ്റ്റോർഡ്. അവിടെ കൂടിയിരുന്ന പ്രധാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങളൊക്കെ ഒറ്റ ഒപ്പീനിയനാണ് മുന്നോട്ട് വെച്ചത്. കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഒറ്റ അഭിപ്രായമാണ്. ദ റിസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ഷുഡ് ബി റിസ്റ്റോർഡ് അല്ല, മസ്റ്റ് ബി എന്ന് തന്നെ പറയാം. നിർബന്ധമായിട്ടും മൊണാർക്കി തിരിച്ചു വരണം, രാജഭരണം തിരിച്ചു വരണം എന്ന് ആവശ്യപ്പെട്ടു. ജനറൽ മോങ്ക് ബീങ് എ റോയലിസ്റ്റ് അറ്റ് ഹാർട്ട് ഷെയർഡ് ദെയർ ഇംപ്രഷൻ. അപ്പൊ ഈ ജനറൽ മോങ്ക് എന്ന് പറയുന്നത് ക്രോംവെലിന്റെ അടുത്ത ആളാണെങ്കിലും പക്ഷെ അദ്ദേഹം ഹൃദയം കൊണ്ട് ഒരു റോയലിസ്റ്റ് ആണ്. റോയലിസ്റ്റ് മീൻസ് രാജഭരണത്തോട് താല്പര്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അവരുടെ അഭിപ്രായം മാനിച്ച് ഒരു പുതിയ പാർലമെന്റ് വിളിച്ചുകൂട്ടി. ദ ന്യൂ പാർലമെന്റ് വിച്ച് ഇസ് കോൾഡ് ദ കൺവെൻഷൻ പാർലമെന്റ്. അങ്ങനെ ജനറൽ മോങ്ക് വിളിച്ചുകൂട്ടിയ ഈ റോയലിസ്റ്റ് ഭരണം തിരിച്ചു വരണം എന്ന് വിളിച്ചുകൂട്ടി, അങ്ങനെ പറയാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു പാർലമെന്റ് ആണ് കൺവെൻഷൻ പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. 1660 ഈ പ്രവർത്തനം നടക്കുന്നത്.
അങ്ങനെ അവിടെ കൂടിയ ആൾക്കാരൊക്കെ ചാൾസ് ഫസ്റ്റിന്റെ മകനായിട്ടുള്ള ചാൾസ് സെക്കൻഡിനെ രാജാവാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചാൾസ് ഫസ്റ്റിന്റെ മരണത്തോട് കൂടിയിട്ട്, അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മക്കളും എല്ലാവരും എന്ത് ചെയ്തു, നാട് വിട്ട് പോയിരുന്നു, രാജ്യം വിട്ട് തന്നെ രക്ഷപ്പെട്ട് ഓടിയിരുന്നു. അങ്ങനെ ആ സമയത്ത് ചാൾസ് സെക്കൻഡ് എന്ന് പറയുന്നത് ഹോളണ്ടിലെ ബ്രെഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഹോളണ്ടിലായിരുന്നു ചാൾസ് ഫസ്റ്റിന്റെ മകനായിട്ടുള്ള ചാൾസ് സെക്കൻഡ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റോയൽ റിട്ട് പ്രകാരം, എന്താണ്, ഈ കൺവെൻഷൻ ഓഫ് പാർലമെന്റിൽ എടുത്ത തീരുമാനപ്രകാരം ചാൾസ് സെക്കൻഡിനെ ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു. ചാൾസ് ആക്സെപ്റ്റഡ് ദ ഓഫർ ഓഫ് ദ പാർലമെന്റ് ഓൺ ഹിസ് 30th ബർത്ത്ഡേ 29th May 1660. അങ്ങനെ ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്തു, പാർലമെന്റിന്റെ ഈ കൺവെൻഷൻ ഓഫ് പാർലമെന്റ് ചേർത്ത് എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചു. എപ്പോഴാണ് അംഗീകരിച്ചതെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ 30ാമത്തെ പിറന്നാളിന്റെ ദിവസമാണ്. അത് 29th May 1660 അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ലണ്ടനിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഈ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വെറും ഒരു മൊണാർക്കിയുടെ തിരിച്ചുവരവ് മാത്രമല്ല, അവിടെ മറ്റു പല കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ പ്യൂരിറ്റനിസം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അങ്ങനെയാണ് ദൈവത്തിന്റെ അടുത്ത ആൾക്കാരായിട്ട് എല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു മിലിറ്ററി ഭരണത്തെക്കാളും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യം ഫുള്ള് മാറ്റിക്കളഞ്ഞ് തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്യുന്നു, മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ കർശനമായിട്ടുള്ള നിയമങ്ങളായിരുന്നു പ്യൂരിറ്റൻസിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, രാജഭരണം തിരിച്ചു വരാണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആണ് ഇംഗ്ലണ്ടിന് ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസ്റ്റോറേഷന്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൾച്ചറലി, പൊളിറ്റിക്കലി, സോഷ്യലി, റിലീജിയസ്ലി, എല്ലാ മേഖലയിലും, ലിറ്ററേച്ചറിലായാലും ഒക്കെ അതിന്റെ മാറ്റം വളരെയധികം പ്രതിഫലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, നമുക്കിനി ഓരോ പോയിന്റ് ആയിട്ട് ഇതിന്റെ പ്രത്യേകതകൾ, റിസൾട്ടുകൾ പറയാം. അപ്പൊ ആദ്യത്തെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ജനറൽ മോങ്കിന്റെ വരവോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഇത് എൻഡഡ് ദ സ്ലേവറി ഓഫ് സോഡ് ഗവൺമെന്റ്. എന്താണ്, അടിമത്വമായിരുന്നു. അത്രയും കാലം പ്യൂരിറ്റൻസിന്റെ അണ്ടറിൽ ഒരു അടിമത്വമായിരുന്നു ഈ ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്നത്. സോ ഇറ്റ് എൻഡഡ് ദ സ്ലേവറി ഓഫ് സോഡ് ഗവൺമെന്റ്. ഒരു വാളിന്റെ മുന്നിൽ നിൽക്കുന്ന അടിമയുടെ അവസ്ഥയിൽ നിന്നും ആ ഗവൺമെന്റിൽ നിന്നൊക്കെ മാറി ആളുകൾ വളരെയധികം ഫ്രീഡം അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി. ഇറ്റ് പുട്ട് ആൻ എൻഡ് ടു മിലിറ്ററി ഡെസ്പോട്ടിസം ആൻഡ് റിസ്റ്റോർഡ് ഇംഗ്ലണ്ട് ടു ഹെർ ട്രഡീഷണൽ ഫോം ഓഫ് ഗവൺമെന്റ്. അപ്പോൾ മിലിറ്ററി ഡെസ്പോട്ടിസം, അതായത് മിലിറ്ററി ഭരണത്തിന്റെ, മിലിറ്ററി എന്താണ്, വാഴ്ച, അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായി. എന്നിട്ടോ ഇംഗ്ലണ്ട് റിട്ടേൺ ടു ഹെർ ട്രഡീഷണൽ ഫോം ഓഫ് ഗവൺമെന്റ്. ഇംഗ്ലണ്ട് ഫോം ആയ തൊട്ട് രാജഭരണമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെയും ആ രാജഭരണം, അവരുടെ ട്രഡീഷണൽ ഭരണരീതി തിരിച്ചു വന്നു. അപ്പൊ വെറും ഒരു മൊണാർക്കിയുടെ റെസ്റ്റോറേഷൻ മാത്രമായിരുന്നില്ല, എന്താണ്, ചർച്ചിന്റെയും കൂടി ഒരു തിരിച്ചുവരവായിരുന്നു ഇതുമൂലം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്യൂരിറ്റൻ ചർച്ചുകളായിരുന്നു അത്രയും കാലം ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു, എലിസബത്തൻ പീരീഡിലൊക്കെ ആംഗ്ലിക്കൻ ആയിരുന്നു റിലീജിയൻ. അപ്പൊ തിരിച്ച് ആംഗ്ലിക്കനിസം ഇംഗ്ലണ്ടിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആംഗ്ലിക്കനിസം ബിക്കം ദ റിലീജിയൻ ഓഫ് ഇംഗ്ലണ്ട് ബാക്ക്. ഓക്കെ, അതും ഒരു ഇതാണ്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ തിരിച്ചു വരവുണ്ടായി. അതുപോലെ തന്നെ എല്ലാവരും വിചാരിച്ചു ചാൾസ് സെക്കൻഡ് അദ്ദേഹത്തിന്റെ ഫാദറിനെ പോലെയല്ല, നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർച്ച് തിരിച്ചു വന്നു. അതുപോലെ തന്നെ ദ റെസ്റ്റോറേഷൻ ഗേവ് ദ റോയലിസ്റ്റ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു റിക്കവർ ദർ ലോസ്റ്റ് പവർ ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ റെസ്റ്റോറേഷൻ വഴി അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരല്ല, പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. ഈ മോങ്കുകളും ഈ റോയൽ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അവരുടെ സ്വത്ത് തിരിച്ചു പിടിക്കാനായാലും അവരുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. സോ ഇറ്റ്സ് ദേ റിക്കവർ ദർ പവർ, ലോസ്റ്റ് പവർ ആൻഡ് പ്രോപ്പർട്ടി. അപ്പൊ അവരുടെ സ്വത്തുകൾ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ അവരുടെ പവർ, അവരാരായിരുന്നു പണ്ട്, അതൊക്കെ തിരിച്ചു കിട്ടി. ഓക്കെ, പിന്നെ പറയുന്നത് ദേ ഇജക്റ്റഡ് ദ ബിഷപ്സ് ആൻഡ് പ്രീസ്റ്റ് വെർ റീഇൻസ്റ്റേറ്റഡ് ഇൻ ദർ റെസ്പെക്റ്റീവ് സീറ്റ്സ് ആൻഡ് ലിവിങ്സ്. അപ്പൊ പ്യൂരിറ്റനിസത്തിൽ നമുക്ക് കാണാം ചർച്ചുകളോ ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഡംബരത്തിൽ നയിക്കുന്ന ചർച്ചുകളോ പ്രീസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ തിരിച്ചു വന്നു. അവര് ഏത് പൊസിഷനിലായിരുന്നോ പ്യൂരിറ്റൻസിന് മുമ്പ് ഉണ്ടായിരുന്നത് അതേ പൊസിഷനിലേക്ക് തിരിച്ചു വന്നു. ലോ വെർ പാസ്ഡ് ടു ക്രംപിൾ പ്യൂരിറ്റനിസം ആൻഡ് പ്രൊമോട്ട് ആംഗ്ലിക്കൻ മോഡ് ഓഫ് വർഷിപ്പ്.
ഒരുപാട് നിയമങ്ങൾ പാസാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിട്ടേൺ ദ ചർച്ച് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്യൂരിറ്റനിസം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കാനും. പ്യൂരിറ്റനിസം എന്നുള്ള കാര്യം മാറ്റി അവിടെ ആംഗ്ലിക്കൻ വേർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പാസാക്കി. അപ്പൊ സോഷ്യലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ റിയാക്ഷൻ ടു പ്യൂരിറ്റൻ വേ ഓഫ് ലൈഫ്. പ്യൂരിറ്റൻസ് ജീവിത രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ അച്ചടക്കത്തോടും ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കുന്ന രീതിയാണ്. അത് മാറി ആളുകൾ വളരെയധികം ലാവിഷായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്ത് രീതിയിലുള്ള വസ്ത്രം ധരിക്കാനും എന്ത് രീതിയിൽ പ്രാർത്ഥന നടത്താനും ഡ്രാമകൾ കാണുകയും തിയേറ്റേഴ്സ് ഓപ്പൺ ആയി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവിൻസ് ഓഫ് ഇൻഡീസൻസി. ആളുകൾ എന്താണ് അത്രയും കാലം നമ്മൾ പ്യൂരിറ്റൻസിലെ ഡീസൻസിക്കും അപ്പുറം ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് പ്യൂരിറ്റൻസിന്റെ മോറൽ സ്റ്റാൻഡേർഡ്സ്, ഒരുപാട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പ്യൂരിറ്റൻസത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ മാറിയിട്ട് ആളുകൾ കൂടുതലായിട്ട് എന്താണ് അവരുടെ ഇഷ്ടത്തിനുള്ള ജീവിത രീതി കൊണ്ടുപോയി. ഓക്കെ, മോറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വിട്ട് തോന്നും പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, so the King Charles and his court were responsible to a great extent for the ചേഞ്ച് ഇൻ ദ മോറൽ നോംസ് ഓഫ് ദി നേഷൻ. അപ്പൊ രാജ്യത്തിന്റെ ധാർമ്മികത എന്നുള്ളതൊക്കെ മാറാൻ, ഈ പ്യൂരിറ്റൻസിന്റെ ഇതൊക്കെ മാറാൻ കാരണം ചാൾസ് സെക്കൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ചാൾസ് ഒരുപാട് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കൺവെൻഷൻ ഓഫ് പാർലമെന്റിന്റെ ശേഷം ഒരു കാവലിയർ പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് 1661 വിളിച്ചു കൂട്ടുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വെയർ കാവലിയേഴ്സ് ഓർ റോയലിസ്റ്റ്. അപ്പോൾ കാവലിയർ പാർലമെന്റ് എന്നുള്ള രീതിയിൽ ചാൾസ് സെക്കൻഡ് എന്താണ് ഈ കൺവെൻഷൻ ഓഫ് പാർലമെന്റിന് ശേഷം, അദ്ദേഹം രാജാവായതിനു ശേഷം വീണ്ടും പാർലമെന്റ് വിളിക്കുന്നു. അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ബോത്ത് കാവലിയേഴ്സ് ആൻഡ് റോയലിസ്റ്റ് രണ്ടും ഉണ്ടായിരുന്നു. കാവലിയേഴ്സും ഉണ്ടായിരുന്നു, റോയലിസ്റ്റുകളും ഉണ്ടായിരുന്നു. ബീങ് ആംഗ്ലിക്കൻ ഇൻ റിലീജിയൻ ആൻഡ് റോയലിസ്റ്റ് ഇൻ പൊളിറ്റിക്സ്, ഇറ്റ് ടേൺഡ് അഗെയിൻസ്റ്റ് ഓൾ നോൺ കൺഫോമിസ്റ്റ്. അപ്പോൾ പുതിയ പാർലമെന്റിൽ ആംഗ്ലിക്കൻ ആയിരിക്കെ, റിലീജിയസ് ആയിട്ട് ആംഗ്ലിക്കൻ ആയിരിക്കെ പൊളിറ്റിക്സിൽ റോയലിസ്റ്റുകളായിട്ട് പെരുമാറാൻ തുടങ്ങി. ഇതൊക്കെ എന്താണ്? നോൺ കൺഫോമിസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ലോസ് വെയർ ഫ്രെയിംഡ് എഗെയിൻസ്റ്റ് പ്യൂരിറ്റൻസ്. ഓക്കെ, പ്യൂരിറ്റൻസിനെതിരായിട്ട് ഒരുപാട് നിയമങ്ങൾ, പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. എന്തിനാണ്? അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാം. ടു കിങ് മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു റിമൂവ് ആൻഡ് ദ ഡിസബിലിറ്റീസ് ഓഫ് കത്തോലിക്സ് ബൈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡൾജൻസ്. അപ്പൊ എന്താണ്? കത്തോലിക്സിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് മറ്റ് പ്യൂരിറ്റൻസിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കിങ്ങിന്റെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ടു റിമൂവ് ഡിസബിലിറ്റീസ് ഓഫ് കത്തോലിക്സ് ബൈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡൾജൻസ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡൾജൻസ് എന്ന് പറയുന്നത് ടു റിമൂവ് ദ ഡിസബിലിറ്റീസ് ഓഫ് കത്തോലിക്സ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ടെസ്റ്റ് ആക്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ആക്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ പാർട്ടികൾ ഫോം ആവുന്നത് ഈ ഒരു പീരീഡിലാണ്. വ്യത്യസ്തരായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ആവുന്നത്. അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്താണ്? പാർലമെന്റ്, കാവലിയർ പാർലമെന്റിൽ തന്നെ 2 ഗ്രൂപ്പുകൾ ഉണ്ടായി. ഒന്നെന്ന് പറയുന്നത് കോർട്ട് പാർട്ടി, അതുപോലെ തന്നെ കൺട്രി പാർട്ടി, അതുപോലെ തന്നെ കോർട്ട് പാർട്ടി എന്ന് പറയുന്നത്. അതിന് രണ്ടിനും പിന്നീട് നിക്നെയിംസ് ആയിട്ട് വിഗ്സ് ആൻഡ് ടോറസ് എന്ന് പേര് മാറ്റി. കൺട്രി പാർട്ടി, കോർട്ട് പാർട്ടി എന്നുള്ള പാർട്ടികൾ ഫോം ചെയ്തു. അതിന്റെ പേര് പിന്നീട് മാറ്റി. എങ്ങനെയാണ്? വിഗ്സ് ആൻഡ് ടോറസ് എന്ന് മാറ്റി. ഓക്കെ, ഇനി ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ റിസ്റ്റോറേഷൻ ഇംഗ്ലണ്ട് പറയാം. അതായത് എങ്ങനെയായിരുന്നു അവിടുത്തെ ലൈഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. സോ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? ഒരു രാജഭരണത്തിന്റെ പുനഃസ്ഥാപനം മാത്രമല്ല റെസ്റ്റോറേഷൻ, അതിന്റെ ഒപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ടായ മാറ്റമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ദേ വർ റെലിഗേറ്റഡ് ടു ദ ഇൻഫീരിയർ പൊസിഷൻ ആൻഡ് റീപ്ലേസ്ഡ് ബൈ മിലിറ്ററിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻസ്. അപ്പൊ റെസ്റ്റോറേഷൻ വന്നോടെ സമൂഹത്തില് അത്രയും കാലം ഇല്ലാതിരുന്ന, പ്യൂരിറ്റൻസിന്റെ കാലത്ത് ഇല്ലാതിരുന്ന പല പൊസിഷൻസുകളും, എന്താണ് ഈ ലെവൽ ഉണ്ടല്ലോ, ഹയറാർക്കി, അതൊക്കെ തിരിച്ചു വന്നു. എന്താണ്? നോബിൾസ്, പ്രീസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് സെർവ്സ്, സ്ലേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ടല്ലേ, ആ ഓർഡർ തിരിച്ചു വന്നു. മിലിറ്ററീസും പൊളിറ്റീഷ്യൻസ് ഒക്കെ മാറി അവിടെ വീണ്ടും പഴയ ആൾക്കാർ തന്നെ തിരിച്ചു വന്നു. അതെന്ത് ചെയ്തു? വീണ്ടും ആ സിറ്റുവേഷൻ റിവേഴ്സ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. So the king and his nobles came back to the power and supremacy.
ഏറ്റവും സുപ്രീമായിട്ടും പവറായിട്ടും കിങ്ങും നോബിൾസും ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ദ റൗണ്ട് ഹെഡ്സ് ബിഗാൻ ടു സഫർ സോഷ്യലി ആസ് വെൽ ആസ് പൊളിറ്റിക്കലി. അപ്പൊ ഈ പ്യൂരിറ്റൻസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്യൂരിറ്റൻസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, അവര് കൂടുതൽ പല രീതിയിലുള്ള സോഷ്യൽ എക്കണോമിക്കൽ പ്രോബ്ലംസ് സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരെയാണ് നമ്മൾ റൗണ്ട് ഹെഡ്സ് എന്ന് വിളിച്ചിരുന്നത് അല്ലെ. അപ്പൊ റൗണ്ട് ഹെഡ്സിന് എന്ത് ചെയ്തു, സമൂഹത്തിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ലീഡിംഗ് റെജിസൈഡ്സ് were executed while many of their rank and file either went to exile or sank in obscurity. അപ്പൊ കിങ്ങിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ പ്യൂരിറ്റൻസിനൊക്കെ എന്താണ്, ഇവര് കൊല്ലുവാനൊക്കെ തുനിഞ്ഞു. ഓക്കെ, അതാണ് അതിലെ പ്രധാനപ്പെട്ട സംഭവം. ഒരുപാട് ആൾക്കാരെ, അപ്പൊ പ്യൂരിറ്റൻസിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യാനും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, പിന്നെന്ന് പറയുന്നത് the Puritan sobriety vanished and pomp pageantry marked the life of aristocracy. The moral degeneration of time were well reflected in drama in early Restoration era. അപ്പോ നമ്മൾ പറഞ്ഞു അതിനുശേഷം എന്താണ്, റിസ്റ്റോറേഷന് ശേഷം നാടകങ്ങളും തിയേറ്റേഴ്സും ഒക്കെ ഓപ്പണായി. അതുകൊണ്ട് തന്നെ അന്ന് കാലഘട്ടങ്ങളിൽ, റിസ്റ്റോറേഷൻ പീരീഡിന്റെ തുടക്ക കാലഘട്ടങ്ങളിലെ ഡ്രാമാസിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. സറ്റയറിക് ആയിട്ടുള്ള ഡ്രാമാസ് കാണാൻ പറ്റും, കോമഡി കാണാൻ പറ്റും. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് ആ പ്യൂരിറ്റൻസിൽ നിന്നും കിട്ടിയ സ്വാതന്ത്ര്യം അവര് എല്ലാം തന്നെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡ്രാമകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പ്യൂരിറ്റൻസ് ബാൻ ചെയ്തിരുന്ന ക്രൂവൽ സ്പോർട്സ് ആയിട്ടുള്ള കോക്ക് ഫൈറ്റിംഗ്, അതായത് കോഴി കൊണ്ട് ഉണ്ടാക്കുന്ന തല്ല്, അത് ബെയർ ബൈറ്റിംഗ്, ബുള്ളിനെ ഉപയോഗിച്ചുള്ള പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട്, റെസ്ലിംഗ്, ഡ്വെല്ലിംഗ്, ഇതൊക്കെ എന്ത് ചെയ്തു, തിരിച്ച് വന്നു. ഓക്കെ, ഡ്രങ്ക്നെസ് അറ്റെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് നാഷണൽ വൈസ്. അതുപോലെ തന്നെ മദ്യപാനം ആ നാട്ടിൽ തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഇതൊക്കെ പ്യൂരിറ്റൻ വേ ഓഫ് ലൈഫിനുള്ള റിയാക്ഷൻ ആയിരുന്നു. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഇതാണെന്ന് തിരിച്ച് കൊണ്ടുവരായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ പ്യൂരിറ്റൻസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അവരെ പലതരത്തിലുള്ള കേസുകൾ കൊടുക്കാനൊക്കെ ശ്രമിച്ചു. അതുപോലെ തന്നെ പീപ്പിൾ വെയർ ക്വാറൽസം, സ്ട്രീറ്റ് ഫൈറ്റ്സ് ആൻഡ് ഡ്വെൽസ് വെയർ കോമൺ. അപ്പൊ പ്യൂരിറ്റൻസിന്റെ കാലത്ത് നമുക്ക് ഈ തെരുവുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ റിസ്റ്റോറേഷൻ വന്നോടുകൂടിയിട്ട് ആളുകൾ സ്ട്രീറ്റ് ഫൈറ്റുകളും ഡ്വെൽസും അടിപിടികളും ബഹളങ്ങളും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. റോഡ്സ് വെയർ